ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലിനാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് റവ കൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. വളരെ ഈസി ആയിട്ട് അത് നമുക്ക് തയ്യാറാക്കാം. ചില ദിവസങ്ങളിൽ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കില്ലേ, ആ സമയത്ത് ഈസി ആയിട്ട് നാളികേരമൊന്നും ഇല്ലാണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ് ഇത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് 2 കപ്പ് റവ ഇടാം. ഞാൻ 250 ml മെഷർമെൻറ്റ് കപ്പിലാട്ടോ 2 കപ്പ് അളന്നെടുത്തത്. നിങ്ങൾക്ക് റോസ്റ്റഡ് റവ വേണമെങ്കിൽ അതെടുക്കാം, ഇല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യാത്ത റവ എടുക്കാം, ഏതെടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ മൈദ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 2 കപ്പ് ചെറിയ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. രണ്ട് കപ്പ് ഒഴിച്ചിട്ട് അത് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 1/2 കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് തുറക്കാം. കണ്ടോ, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ ഇത് അല്പം തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മിക്സിയുടെ ജാറ് കഴുകിയതിന് ശേഷം ഒരല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഹോൾസ് വന്നതിന് ശേഷം നമുക്ക് മീഡിയത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് ഹോൾസൊക്കെ വന്നു കഴിഞ്ഞു. ഇനി സൂപ്പർ അപ്പം തയ്യാറായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നോക്കി, നല്ല ഹോൾസൊക്കെ ആയിട്ട് നല്ല അപ്പം, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന അപ്പമല്ലേ ഇത്. ഫ്രൈ പാൻ മാറ്റി ഇപ്പോൾ ഒരു അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പച്ചട്ടിയിൽ നമുക്ക് ഈ അപ്പം ചുട്ടെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ വെള്ളയപ്പമൊക്കെ ചുറ്റിക്കുന്ന പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. എന്നിട്ടിതും മൂടി വയ്ക്കാം. കണ്ടോ, വെള്ളയപ്പം പോലെയും നമുക്ക് ചുട്ടെടുക്കാം. നല്ല സൂപ്പർ അപ്പമായിട്ട് വന്നു കേട്ടോ. നോക്കി, നല്ല ഹോൾസൊക്കെ വന്ന് കണ്ടോ. അപ്പോൾ 2 രീതിയിലും ഫ്രൈ പാനിലും ചെയ്യാം, വെള്ളയപ്പച്ചട്ടിയിലും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഏത് രീതിയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം കേട്ടോ. വെള്ളയപ്പച്ചട്ടി വേണമെങ്കിൽ വെള്ളയപ്പച്ചട്ടിയിൽ ഉപയോഗിക്കാം, ഇല്ല നമ്മളെ ഫ്രൈ പാനിലാണെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ദോശ പോലെ അതുണ്ടാക്കിയെടുക്കാം. കണ്ടോ, നല്ല സൂപ്പർ വെള്ളയപ്പം റെഡിയായി. കണ്ടോ, അതേപോലെ തന്നെയുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഈ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ.
അങ്ങനെ നമ്മൾ വളരെ സോഫ്റ്റായിട്ടുള്ള അപ്പം ഉണ്ടാക്കി. നോക്കി എത്ര സോഫ്റ്റാണെന്ന് നിങ്ങൾ നോക്കി, കണ്ടോ? വളരെ സോഫ്റ്റായിട്ടുള്ള അപ്പമാണിത്. ഇത് ഞാൻ 2 രീതിയിൽ തയ്യാറാക്കി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നില്ല. ഇതും അതെ, കണ്ടോ? വെള്ളയപ്പം പോലെ അപ്പച്ചട്ടിയിൽ വളരെ സോഫ്റ്റായത് കണ്ടോ? 2 രീതിയിൽ നമുക്ക് തയ്യാറാക്കാം കേട്ടോ. നിങ്ങൾക്ക് ഫ്രൈ പാനിൽ വേണമെങ്കിൽ അതിലാക്കാം, ഇല്ലെങ്കിൽ വെള്ളയപ്പച്ചട്ടിയിൽ ഇതേപോലെ ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി വളരെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമുക്ക് വളരെ ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം, ഈവനിങ് സ്നാക്കായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതിൻ്റെ കൂടെ കറി ഒന്നും വേണ്ട, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.